ാത്ത മോഷണത്തിന്റെ പേരിൽ തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് യുവതി ബിന്ദുവിനെ ക്രൂരമായി അപമാനിച്ച സംഭവത്തിൽ കൂടുതൽ പോലീസുകാർ കുറ്റക്കാരെന്ന് കണ്ടെത്തൽ. സസ്പെൻഷൻ നേരിട്ട SIക്ക് പുറമെ 2 പോലീസുകാർക്കെതിരെയും നടപടിയുണ്ടാകും. തനിക്കെതിരെ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് ബിന്ദു 24നോട് വ്യക്തമാക്കി. ഓമന ഡാനിയലിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഈ ഓമന ഡാനിയലും മകളും സ്റ്റേഷനിൽ വന്നിട്ട് ഈ സമയം വരെ എന്നെ ഈ മാലയുടെ കാര്യത്തെ പറ്റി വിളിച്ചിട്ടില്ല, എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഈ പ്രസन्न എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഈ കേരളത്തിനകത്തായാലും കേരളത്തിൻ്റെ വെളിയിലായാലും ജോലിയിൽ കൊടുക്കല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്നെ അത്രമാത്രം എന്നെ വേദനിപ്പിച്ച്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണം കൂടി വിഷയത്തിൽ വരുന്നുണ്ട്. പോലീസിനോട് റിപ്പോർട്ട് തേടി എന്നാണ് അഡ്വക്കേറ്റ് P. സതീദേവി വ്യക്തമാക്കിയത്. കുടുംബത്തിനെ തന്നെ അപമാനിക്കുന്ന, അവരുടെ കുട്ടികളുടെ ഭാവിയെ പോലും വലിയ രൂപത്തിൽ ഭീഷണിയായിട്ടുള്ള നിലക്കുള്ള ഒരു അപമാനം വരുത്തി വെക്കുന്ന, കുടുംബത്തിനാകെ അപമാനം വരുത്തി വെക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനിടയായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് മുഴുവൻ കുറ്റക്കാരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. ഈ പരാതി നൽകിയിട്ടുള്ള വീട്ടമ്മയെയും എങ്ങനെയാണ് പരാതി നൽകാൻ ഇടയായിട്ടുള്ളത്? സ്വർണം വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള വിധത്തിലാണ് ബിന്ദുവിനെ എതിരായിട്ടുള്ള പരാതി ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യം സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റവാളികളെ മുഴുവൻ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. അജീഷ് ജയകുമാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജീഷ്, ഇന്ന് മന്ത്രി V. ശിവൻകുട്ടി തന്നെ നേരിട്ട് വീട്ടിലെത്തി ബിന്ദുവിന് പിന്തുണ അറിയിക്കുന്നുണ്ട്. ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി ഉണ്ടാകുമെന്നാണല്ലോ. എപ്പോൾ അത് പ്രതീക്ഷിക്കണം? എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ്? ഉന്മേഷ്, എന്തായാലും ഈ സംഭവം വലിയ വിവാദമായതിനു ശേഷം ആദ്യമായിട്ടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു പ്രതിനിധി ഈ ബിന്ദുവിന്റെ വീട്ടിലെത്തുന്നത്. മന്ത്രി V. ശിവൻകുട്ടിയാണ് ഇന്ന് ഉച്ചയോടെ മന്ത്രി ഈ ബിന്ദുവിന്റെ വീട്ടിലെത്തി പിന്തുണ വാഗ്ദാനം ചെയ്തത്. നീതി ഉറപ്പാക്കും വരെ ഈ ബിന്ദുവിന്റെ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കുമെന്നും ഈ കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു. കൂടാതെ ഈ മന്ത്രിയോട് ഈ ബിന്ദു ആവശ്യപ്പെട്ടത് തന്നെ മാനസികമായി പീഡിപ്പിച്ച ഈ സ്റ്റേഷനിലെ മറ്റു 2 പോലീസുകാർ, അവർക്കെതിരെ കൂടി നിയമ നടപടി ഉണ്ടാകണം, അവരെ കൂടി സസ്പെൻഡ് ചെയ്യണം എന്ന് ബിന്ദു ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വകുപ്പ് തല അന്വേഷണമാണ് ഈ കേസിൽ നടക്കുന്നത്. അതിൽ കന്റോൺമെന്റ് ACP ആണ് ഇത് അന്വേഷിക്കുന്നത്. ഈ ICPയുടെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഈ SIയെ കൂടാതെ, സസ്പെൻഷനിലായ SIയെ കൂടാതെ മറ്റു 2 പോലീസുകാർ കൂടി വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ഈ 23-ാം തീയതി രാത്രി ഈ ബിന്ദുവുമായി തെളിവെടുപ്പ് നടത്തിയ തെളിവെടുപ്പിന് പോയ 2 പോലീസുകാരാണ്. ഈ പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുപോകുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല GDയിലടക്കം ഒരു തരത്തിലുള്ള എൻട്രിയും നടത്തിയിട്ടില്ല. ഇങ്ങനെ ഗുരുതരമായ വീഴ്ചകളാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇവർക്കെതിരെയും വകുപ്പ് തല നടപടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നൽകുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇത് പരിശോധിച്ച് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. നിലവിൽ മറ്റ് അന്വേഷണങ്ങളൊന്നും ഇതുവരെയ്ക്കും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു SIക്കെതിരെ മാത്രമാണ് നടപടിയെടുത്തിട്ടുള്ളത്. മറ്റ് 2 പേർ, അത് ഈ സ്റ്റേഷനകത്തുള്ള മറ്റ് 2 ഒരു ASI അടക്കമുള്ള ഒരു പ്രസന്നൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനടക്കം മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനടക്കം നടപടി വേണമെന്ന് ബിന്ദു ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ഈ പരാതി നൽകിയ ഓമന ഡാനിയൽ, പേരൂർക്കട സ്വദേശി, അവർക്കെതിരെയും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് ബിന്ദു അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നാളെ സിറ്റി പോലീസ് കമ്മീഷണറെ നേരിട്ട് കണ്ട് അവർക്കെതിരെ പരാതി നൽകുമെന്നാണ് ബിന്ദു അറിയിക്കുന്നത്. ഇപ്പോൾ ഈ ഓമന നൽകിയ പരാതി, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. ബിന്ദു നേരത്തെ ഒരു പരാതി നൽകിയിരുന്നുവല്ലോ. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു നടപടി പ്രതീക്ഷിക്കാമോ? ബിന്ദു നിലവിൽ ഈ പരാതി കൊടുത്തിട്ടുള്ളത് DGPക്ക്. അത് തനിക്ക് ഇങ്ങനെ ഒരു അപമാനം ഈ സ്റ്റേഷനിൽ നേരിട്ടു എന്നുള്ള ഒരു പരാതിയാണ് അത് DGPക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം നൽകിയത്. അല്ലാതെ ഈ ഓമന ഡാനിയലിനെതിരെ ഇതുവരെയ്ക്കും ബിന്ദു ഒരു പരാതി നൽകിയിട്ടില്ല. അങ്ങനെ ഒരു പരാതി നൽകുകയാണെങ്കിൽ ഈ കേസ് അത് കെട്ടിച്ചമച്ചതാണ്. ഈ സ്വർണ്ണമാല നഷ്ടപ്പെട്ടത് എങ്ങനെ, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദമായി അന്വേഷിക്കേണ്ടി വരും. അത് ഒരുപക്ഷെ പ്രത്യേകമായി ഒരു കേസെടുത്ത് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ എടുത്ത കേസിൻ്റെ തുടരന്വേഷണമായിട്ട് ഒരു അന്വേഷണം നടത്തുകയോ ചെയ്യാം. നിലവിൽ ഇങ്ങനെ ഒരു കേസ്, അതായത് ഒരു വ്യാജ പരാതി അല്ലെങ്കിൽ സ്വർണം മോഷണം പോയെന്നൊരു പരാതി നൽകിയാൽ അത് തെറ്റാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പോലീസ് ഒരു FIR ക്ലോസ് ചെയ്യുന്നത് ഒരു മിസ്റ്റേക്ക് ഓഫ് ആക്ട് എന്ന് ഒരു റെഫറൻസ് എഴുതി ചേർത്തതിന് ശേഷം കോടതിയിൽ കൊടുക്കുകയും പിന്നീട് ആ കേസ് എഴുതി തള്ളുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിലവിൽ ആ കേസ് അങ്ങനെ തന്നെ തുടരുകയുമാണ്. പക്ഷേ ആ കാര്യത്തിൽ പോലീസിന് ഇവിടെ ഗുരുതരമായൊരു വീഴ്ച ഉണ്ടായിട്ടുമുണ്ട്. നിലവിൽ ഈ ബിന്ദു ഈ ഓമനയ്ക്കെതിരെ പരാതി നൽകുകയാണെങ്കിൽ അതിലൊരു പ്രത്യേക കേസ് എടുത്ത് ഒരു മാനനഷ്ട കേസ് എടുത്തതിന് ശേഷം
ശേഷം അല്ലെങ്കിൽ മറ്റൊരു കേസ് എടുത്തതിന് ശേഷം ഒരു അന്വേഷണം നടത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. നിലവിൽ അത് കമ്മീഷണർക്കാർക്കും ആയിരിക്കും പരാതി നൽകുക. അങ്ങനെയാണെങ്കിൽ SC/ST അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ACPക്ക് ആയിരിക്കും അന്വേഷണ ചുമതല വരിക. കന്റോൺമെന്റ് ACP ആയിരിക്കും സ്വാഭാവികമായിട്ടും കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വരിക. നിലവിൽ അത്തരത്തിൽ പരാതി നൽകാൻ പോകുന്നതേ ഉള്ളൂ. നാളെ കമ്മീഷണറെ കണ്ട് അങ്ങനെ ഒരു പരാതി നൽകുമെന്നാണ് ബിന്ദു അറിയിച്ചിട്ടുള്ളത്. അല്ലാതെ മറ്റു പരാതികളൊന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ മോശം അനുഭവം അന്നല്ലാതെ ഈ ഓമനയ്ക്കെതിരെ നിലവിൽ ഒരു പരാതിയും ബിന്ദു കൊടുത്തിട്ടില്ല. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വീട്ടിൽ നേരിട്ടെത്തി ബിന്ദുവിന് പിന്തുണ അറിയിക്കുകയും ചെയ്തു.